ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി. അത്യാഹിത വിഭാഗത്തിലടക്കം ഡോക്ടർമാരുടെ കുറവും അധികൃതരുടെ അനാസ്ഥ മൂലം ചികിത്സാ വിഭാഗങ്ങൾ ഓരോന്നായി അടച്ചുപൂട്ടുന്നതും രോഗികളെ ദുരിതത്തിലാക്കുകയാണ്. ജില്ലയിലെ തീരദേശ മേഖലകളിലെ അടക്കം സാധാരണക്കാരായ രോഗികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ബീച്ച് ജനറൽ ആശുപത്രിയെയാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഈ ആശുപത്രി ഇന്ന് അനാഥമായിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ കാഴ്ചയാണിത്. മതിയായ ഡോക്ടർമാരില്ലാത്തതിനാൽ മണിക്കൂറുകളോളമാണ് നീണ്ട നിര. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് പോലും ഈ വരിയിൽ നിൽക്കുകയല്ലാതെ മറ്റു വഴികളില്ല. ലാബോറട്ടറിയിൽ മതിയായ ജീവനക്കാരോ സജ്ജീകരണങ്ങളോ ഇല്ലാത്തതിനാൽ മിക്ക ടെസ്റ്റുകളും പുറത്തുനിന്ന് ചെയ്യണം. ഫാർമസിയിലേക്ക് പോയാലോ മരുന്നിന്റെ ലഭ്യതക്കുറവാണ് പ്രശ്നം. ഡോക്ടർമാർ കുറിച്ചു തരുന്ന മരുന്നുകൾ പകുതിയിലേറെയും പുറത്തുനിന്ന് വാങ്ങണം. ആശുപത്രിയിലെ ചികിത്സാ വിഭാഗങ്ങളും ഓരോന്നായി അടച്ചു പൂട്ടുകയാണ്. ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല. ICU സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഉടൻ തന്നെ ഡോക്ടർമാർ ചെയ്യുന്നത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണം. ഇപ്പോൾ ന്യൂറോ ഇവിടുത്തെ ഡോക്ടർ അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫറായിട്ട് അദ്ദേഹം പോയി. അതിനുശേഷം ന്യൂറോ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ലാബ് ഫാർമസി കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും സുരക്ഷിതമായ സംവിധാനം വേണ്ട സ്ഥലമാണ് ലാബ് കെട്ടിടവും ഫാർമസി കെട്ടിടവും. ആ ഫാർമസി കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ അത്യാഹിത വിഭാഗത്തിലില്ല. ആകെ 2 ഡോക്ടർമാരെയാണ് വൈകുന്നേരം നിയമിക്കുന്നത്. ഒരു സീനിയർ ഡോക്ടറും ഒരു ജൂനിയർ ഡോക്ടറും. ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള കാത്ത് ലാബിന്റെ പ്രവർത്തനം മാസങ്ങൾക്ക് മുന്നേ നിശ്ചലമായിരുന്നു. സ്റ്റെന്റ് അടക്കമുള്ളവയുടെ ലഭ്യത നിലച്ചതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. 1.25 കോടിയോളം രൂപ കുടിശ്ശിക വന്നതോടെ കമ്പനികൾ വിതരണം നിർത്തിയത് പ്രശ്നം രൂക്ഷമാക്കിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂറോ മെഡിസിൻ വിഭാഗത്തിന്റെ അവസ്ഥയും ഇതുതന്നെ. ജനറൽ ആശുപത്രിയായിട്ടും ന്യൂറോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക പോലുമില്ല. ചികിത്സാ സംവിധാനങ്ങളില്ലാതെയും ഡോക്ടർമാരില്ലാതെയും ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ ദുരിതത്തിലാകുന്ന രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.